നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. സാധുവായ കാരണങ്ങളില്ലാതെ കുട്ടി സ്കൂളിൽ നിന്നും വിട്ടുനിന്നാൽ മാതാപിതാക്കൾ അടയ്ക്കേണ്ടുന്ന ഫൈൻ തുക വർദ്ധിപ്പിച്ചു. കാരണമില്ലാതെയും അനുമതിയില്ലാതെയും തുടർച്ചയായി 5 ദിവസം സ്കൂളിൽ ഹാജരാകാത്ത കുട്ടികളുടെ മാതാപിതാക്കൾക്കാണ് പിഴ അടയ്ക്കേണ്ടി വരിക. നിലവിൽ 60 പൗണ്ട് ഉണ്ടായിരുന്ന പിഴ 80 പൗണ്ടായാണ് ഉയർത്തിയിരിക്കുന്നത്. അതുപോലെ ഈ പിഴ 21 ദിവസങ്ങൾക്കുള്ളിൽ അടച്ചില്ലെങ്കിൽ 120 പൗണ്ട് എന്നത് 160 പൗണ്ടാക്കി ഉയർത്തി. നൂറുകണക്കിന് യാത്രക്കാരാണ് യാതൊരു സങ്കോചവും കൂടാതെ സ്യൂട്ട് കേസുകളിൽ കാനാബീസും നിറച്ച് UK-യിലേക്ക് എത്തുന്നതെന്ന് നാഷണൽ ക്രൈം ഏജൻസി പറയുന്നു. UK-യിൽ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന മയക്കുമരുന്നും കാനാബീസ് ആണെന്ന് ഏജൻസി ഡയറക്ടർ ജനറൽ പറയുന്നു. കഴിഞ്ഞ 2 വർഷമായി വിമാനങ്ങളിൽ എത്തുന്ന യാത്രക്കാർ കാനാബീസും കൊക്കൈനും സ്യൂട്ട് കേസുകളിൽ UK-യിലേക്ക് കടത്തുന്നത് വർദ്ധിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. UK-യിലെ സൗത്ത് പോർട്ടിലെ പെൺകുട്ടികളുടെ കൊലപാതകം വെറുമൊരു തീപ്പൊരി മാത്രമായിരുന്നുവെന്നും ബ്രിട്ടനിൽ നടന്ന കലാപത്തിന്റെ മുഖ്യ ഹേതു കുടിയേറ്റത്തോടുള്ള അടങ്ങാത്ത അമർഷമായിരുന്നുവെന്ന് അഭിപ്രായ സർവേ ഫലം സൂചിപ്പിക്കുന്നു. 3 പെൺകുട്ടികളെ അതിദാരുണമായി കൊലപ്പെടുത്തിയതിനു ശേഷം രാജ്യത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള നഗരങ്ങളിലും പട്ടണങ്ങളിലും 6 ദിവസങ്ങളോളമാണ് കലാപ അന്തരീക്ഷം നിലനിന്നത്. തെക്കൻ ഇറ്റലിയിൽ ശക്തമായി ആഞ്ഞടിച്ച കൊടുങ്കാറ്റിൽ നടുകടലിൽ നങ്കൂരമിട്ട് കിടന്ന ആഡംബര നൗക തകർന്ന് ബ്രിട്ടീഷ് ശതകോടീശ്വരനും മകളും മരണമടഞ്ഞു. ബ്രിട്ടീഷ് ബിൽഗേറ്റ്സ് എന്നറിയപ്പെടുന്ന ടെക് കമ്പനി ഉടമ മൈക്ക് ലിഞ്ചും 18-കാരിയായ മകളും കപ്പൽ തകർന്നു മരിച്ച 6 പേരിൽ ഉൾപ്പെടുന്നു. മൈക്ക് ലിഞ്ച് ഉൾപ്പെട്ട തട്ടിപ്പ് കേസിൽ നിന്നും രക്ഷപ്പെട്ടതിന്റെ പാർട്ടി ആഘോഷിക്കുന്നതിനിടെയാണ് അപകടം. അതിരാവിലെ 5 മണിയോടെയായിരുന്നു നീരാവിയും വായുവും കലർന്ന വാട്ടർ സ്പൗട്ട് എന്ന ഇനത്തിൽപ്പെട്ട കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചത്. ഭാരത് ബന്ദിന് പിന്തുണ. ഓഗസ്റ്റ് 21-ന് ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് സംവരണ ബച്ചാവോ സംഘർഷ് സമിതി. കേരളത്തിൽ 21-ാം തീയതി വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ ഹർത്താൽ നടത്തും. SC/ST പട്ടികജാതി അടിസ്ഥാനത്തിൽ വിഭജിക്കാനും ക്രീമി ലെയർ നടപ്പാക്കാനും നിർദ്ദേശിച്ചുള്ള സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്കെതിരെയാണ് ബുധനാഴ്ച ആദിവാസി ദളിത് സംഘടനകൾ സംസ്ഥാന ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക പുറത്തിറക്കി നാഷണൽ കോൺഫറൻസ്. നിലവിൽ കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിനായി 12 ഗ്യാരണ്ടികൾ ഉൾപ്പെടുത്തിയാണ് പ്രകടന പത്രിക തയ്യാറാക്കിയത്. പാർട്ടി വൈസ് പ്രസിഡന്റായ ഒമർ അബ്ദുള്ളയാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. വയനാട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ദുരിതബാധിതരെ വാടക വീടുകളിലേക്ക് മാറ്റുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ച ദിവസമെത്തിയിട്ടും 254 ദുരിതബാധിത കുടുംബങ്ങൾ ഇപ്പോഴും ക്യാമ്പുകളിൽ തന്നെ. സർക്കാർ നിശ്ചയിച്ച 6000 രൂപയ്ക്ക് വീടുകൾ ലഭ്യമല്ലാത്തതും വീട്ടുടമകൾ മുൻകൂർ തുക ചോദിക്കുന്നതുമാണ് വാടക വീടുകൾ കിട്ടാൻ പ്രതിസന്ധിയാകുന്നത്. അതിനിടെ ക്യാമ്പുകൾ വേഗത്തിൽ അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി ബന്ധുവീടുകളിലേക്ക് മാറാൻ ഉദ്യോഗസ്ഥർ നിർബന്ധിക്കുന്നതായും ദുരിതബാധിതർ പറയുന്നു. നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് മാറ്റിവെച്ച വള്ളംകളി എന്ന് നടത്തുമെന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായില്ല. സർക്കാർ തീരുമാനം വരാത്തതോടെ പരിശീലനത്തിനായി ലക്ഷങ്ങൾ മുടക്കിയ ക്ലബ്ബുകൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ച 8 പേർക്കാണ് റിപ്പോർട്ടിന്റെ പകർപ്പ് സാംസ്കാരിക വകുപ്പ് നൽകിയത്. അടിമുടി സ്ത്രീ വിരുദ്ധതയാണ് മലയാള സിനിമാ മേഖലയിൽ ഉള്ളതെന്ന് റിപ്പോർട്ട് പറയുന്നു. അവസരത്തിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യേണ്ട സ്ഥിതിയാണ് സ്ത്രീകൾക്കെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മേഖലയിൽ വ്യാപകമായി ലൈംഗിക ചൂഷണം നടക്കുന്നുവെന്ന് 1-ലധികം പേർ മൊഴി നൽകിയിട്ടുണ്ട്. അതിക്രമം കാട്ടുന്നവരെ സംരക്ഷിക്കാനും ചൂഷണം ചെയ്യാനും പ്രധാന താരങ്ങളടക്കമുണ്ട്. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം നിയമ നടപടി സ്വീകരിക്കുന്നതിൽ തടസ്സങ്ങളുണ്ടെന്ന് മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി AK ബാലൻ. ആകാശത്ത് നിന്നും FIR ഇടാനാകില്ലെന്നും റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെച്ചിട്ടില്ലെന്നും പൊതുവായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടിയെടുക്കാനാകില്ലെന്നും AK ബാലൻ പറഞ്ഞു. ജർമ്മൻ ഫുട്ബോൾ ടീം നായകൻ ഇൽക്കെ ഗുണ്ടോഗൻ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. ബാഴ്സലോണയ്ക്കൊപ്പം പന്ത് തട്ടുന്ന താരം പുതിയ തട്ടകം തേടുന്നതിനിടെയാണ് വിരമിക്കൽ പ്രഖ്യാപനം. ഏറെ ആലോചിച്ച ശേഷം എടുത്ത തീരുമാനമാണിതെന്നും തന്റെ ദേശീയ ടീം കരിയർ അവസാനിപ്പിക്കാനുള്ള സമയമാണിതെന്ന നിഗമനത്തിലെത്തിയതുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തതെന്നും ഗുണ്ടോഗൻ വിരമിക്കൽ പ്രസ്താവനയിൽ പറഞ്ഞു. ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കൂ.